ഇന്ന് നമുക്ക് കുറുകിയ ചാറോട് കൂടിയ ഒരു മീൻകറിയുടെ റെസിപ്പി നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ചെറിയ അയില ഒരു 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഒരു മിക്സർ ജാർ എടുത്ത് 1 കപ്പ് തേങ്ങയും 1 തക്കാളി പഴവും ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 15 ചെറുള്ളി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 5 പച്ചമുളക് കീറിയതും കൂടെ എടുക്കണം. അടുത്തായിട്ട് നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇവിടെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി അത് എണ്ണയ്ക്കകത്ത് കിടന്ന് അങ്ങനെ തന്നെ ഒന്ന് കിടന്ന് മൂത്ത് വരട്ടെ. ഇപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നമുക്കൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എണ്ണ തെളിയുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ച് ചെറുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായി വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുറച്ച് വെള്ളം, മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിനകത്ത് വെള്ളം ചേർക്കുന്നതേ ഇല്ല, കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ 3 കഷ്ണം തോട്ടുപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ വെള്ളത്തിന് പകരം കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം മീനൊക്കെ വെന്ത എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ മീൻ കറി. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് 2-3 പച്ചമുളക് കൂടെ കീറി ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കറിയെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു 3 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം 5 മിനിറ്റ്. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം, കറക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇവിടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ് ഇത്. അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.